Hello friends, welcome back to Lush Vlogs. Crochet beginners main ആയിട്ട് ഒരു 4 സ്റ്റിച്ചസ് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. ആദ്യം അതിനു വേണ്ടത് woolen നൂലാണ്. പിന്നെ crocheting hook. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് 10mm ന്റെ hook ആണ്. നിങ്ങൾക്ക് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇതാണ് യൂസ് ചെയ്യുന്നത് ബെറ്റർ. ഞാൻ ഇത് കൊണ്ട് തന്നെയാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ചെയ്യാൻ. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ സ്റ്റിച്ചിന് പോകാം. അതിന് ഫസ്റ്റ് നമ്മൾ ഈ നൂലെടുക്കണം. പിന്നെ ഇതിനെങ്ങനെ പിടിക്കണം എന്ന് പറഞ്ഞാൽ ചിലർ ഇങ്ങനെ പിടിക്കും സ്റ്റിച്ച് ചെയ്യുമ്പോൾ, പിന്നെ ചിലർ ഇങ്ങനെ പിടിക്കും. ഞാനിങ്ങനെയാണ് പിടിക്കാറുള്ളത്. അവരവരുടെ ഇഷ്ടത്തിന് പ്രകാരം അവർക്ക് എങ്ങനെയാണ് കംഫർട്ടബിൾ അങ്ങനെ പിടിക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ പിടിച്ചിട്ട് ചെയ്യുന്നത് എന്ത് പ്രശ്നമല്ല, പക്ഷെ എനിക്ക് ഗ്രിപ്പ് കിട്ടാറില്ല. സോ ഞാൻ ഇങ്ങനെയാണ് പിടിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ട രീതിയിൽ പിടിക്കാം. ഫസ്റ്റ് സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ സ്ലിപ്പ് നോട്ടാണ്. ആദ്യം നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങണമെങ്കിൽ ഏത് തരം സ്റ്റിച്ച് ചെയ്യണമെങ്കിലും ഈ സ്ലിപ്പ് നോട്ട് ചെയ്തിട്ടുണ്ടാണ് നമ്മൾ. അതിന് നമ്മൾ എന്താണ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഫസ്റ്റ് 2 മെത്തഡ് ഉണ്ട് ഇതിൽ ചെയ്യാൻ എനിക്കറിയാവുന്നത് പോലെ. അതിന് ഫസ്റ്റ് വൺ നമ്മൾ ഈ 2 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. നമ്മൾ ഈ ഫിംഗറിലേക്ക് ഇതിനൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിനെ എക്സ് പോലെ വെച്ചിട്ട് ഈ വിരൽ കൊണ്ട് ഒന്ന് പിടിച്ചു കൊടുക്കാം. ഇനി നമ്മളുടെ ഈ ഹുക്ക് ഇതിൻ്റെ അടിവശത്തിലൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഹുക്ക് കൊണ്ട് ഇതിനെ വലിച്ചെടുത്തിട്ട് ഇപ്പോൾ ഇതുപോലെ വരും. എന്നിട്ട് നമ്മൾ ഈ ഗ്രിപ്പ് വിട്ടാൽ നമ്മൾ സ്ലിപ്പ് നോട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ആദ്യം ഇങ്ങനെ പിടിച്ചിട്ട് ഇതിനെ നമ്മുടെ വിരലിൽ ഒന്ന് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒരു എക്സ് പോലെ ചെയ്യാം. എന്നിട്ടായിട്ട് നമ്മളുടെ ഈ ഹുക്ക് ഇതിൻ്റെ അടിയിലൂടെ ഫസ്റ്റ് നമ്മൾ ചുട്ടിയ നൂലിൻ്റെ അടിയിലൂടെ കൊടുത്തിട്ട് ഇതിനെ വലിച്ചെടുക്കാം. ഇപ്പോൾ ഇതിങ്ങനെ കിട്ടും. നമ്മൾ ഈ വിരൽ വിട്ടാൽ സ്ലിപ്പ് നോട്ട് റെഡി ആയും. ഇതാണ് സ്ലിപ്പ് നോട്ട്. ഇനൊരു മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ നൂലിനെ വെറുതെ ഒന്ന് ഇങ്ങനെ റൗണ്ടായിട്ട് എടുക്കാം. എന്നിട്ട് ഈ ചെറിയ നൂലിനെ ഇതിൻ്റെ പിൻവശത്തിലൂടെ കൊണ്ടുപോയിട്ട് ഹുക്ക് കൊണ്ടുവന്ന് വലിച്ചെടുത്താൽ സ്ലിപ്പ് നോട്ട് റെഡി. ഇതിന് ഈസി. ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഒന്നുകൂടെ കാണിച്ചു തരാം. ആദ്യം ഈ നൂലിനിങ്ങനെ എടുത്തിട്ട് ഇതിനെ റൗണ്ടായിട്ട് എടുക്കാം. എന്നിട്ട് ഇതിനെ പിൻവശത്തിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ ഹുക്ക് കൊണ്ട് ഇതിനൊന്ന് വലിച്ചിട്ട് എടുക്കാം. ഇപ്പോൾ ഇത് സ്ലിപ്പ് നോട്ട് ആയിട്ടുണ്ട്. നമ്മൾ ഇത് കുറച്ച് ലൂസോടെ വിടുന്നതാണ് നല്ലത്. ഒന്നുകൂടെ കാണിച്ചു തരാം. ഇനി അടുത്ത വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റിച്ചാണ്, അതായത് ചെയിൻ സ്റ്റിച്ച്. അതിന് നമ്മൾ ഫസ്റ്റ് സ്ലിപ്പ് നോട്ട് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ചെയ്തതുപോലെ. സോ സ്ലിപ്പ് നോട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അത് നമ്മൾ എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ നൂലിനെ നമ്മളെ കൈ കൊണ്ടുവന്ന് ഇങ്ങനെ ചുരുട്ടിയെടുക്കാം. ഒരു ഗ്രിപ്പിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഈ നൂലിനെ ഈ കൈ കൊണ്ട് പിടിക്കുക. എന്നിട്ട് ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഇതിനെ എക്സ് രീതിയിൽ കൊണ്ടുപോയിട്ട് പിൻവശത്തിലേക്ക് കൊണ്ടുപോയിട്ട് ഈ നൂലിനെ ഒന്ന് ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ എടുത്തെടുക്കാം. ഇത് നമ്മുടെ ഫസ്റ്റ് ചെയിനാണ്. ഒന്നുകൂടെ കാണിച്ചു തരാം. ആദ്യം ഇങ്ങനെ പിടിച്ചിട്ട് ഇതിന് എക്സ് പോലെ പിടിക്കണം. എന്നിട്ട് ഇതിൻ്റെ പിൻവശത്തിലേക്ക് കൊണ്ടുപോയിട്ട് ഈ നൂലിനെ നമ്മൾ ഈ ലൂപ്പിൻ്റെ അകത്തോടെ വലിച്ചെടുക്കാം. നമ്മൾ സെക്കൻഡ് ചെയിനാണിത്. ഒന്നുകൂടെ കാണിച്ചു തരാം. വളരെ ഈസിയാണിത്. ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടാണ് നമ്മളെല്ലാ സ്റ്റിച്ചും ചെയ്യാറുള്ളത്. സോ ചെയിനിന് ഫസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ഫസ്റ്റ് ഇതിൻ്റെ മുകളിലൂടെ എക്സ് പോലെ എടുക്കാം. എന്നിട്ട് ഇതിനെ പിൻവശത്തിലേക്ക് കൊണ്ടുപോവുക. ഈ ഹുക്ക് കൊണ്ട് ഈ നൂലിനെ നമ്മൾ
ഈ ലൂപ്പിലൂടെ വലിച്ചെടുക്കാം. സോ ചെയിൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം ഞാനിവിടെ കുറച്ച് ചെയിൻസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. നിങ്ങൾക്കിപ്പോൾ കാണാമല്ലോ. ഞാൻ കാണിക്കുന്നത് സിംഗിൾ ക്രോഷറ്റ് ആണ്. അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ആദ്യം നമുക്ക് സ്ലിപ്പ് നോട്ട് എടുക്കാം. കുറച്ച് ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫസ്റ്റ് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് നമ്മുടെ ഈ ഫസ്റ്റ് ചെയിനിൻ്റെ ഭാഗത്തോടെ ഇടാം. എന്നിട്ടായിട്ട് ഇതിനൊന്ന് റാപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തൂടെ എടുക്കാം. അപ്പോൾ നമുക്ക് രണ്ട് ഇത് കിട്ടും. അതിന് നമ്മൾ ഒന്നുകൂടി ഇതിനകത്തൂടെ എടുക്കാം. സോ ഇതാണ് നമ്മൾ സിംഗിൾ ക്രോഷറ്റ്. ഒന്നുകൂടെ ചെയ്യാം. ആദ്യം നമ്മൾ ഇവിടെ വരുന്ന ഈ ചെയിൻ, ഇതിന് നെക്സ്റ്റ് ചെയിൻ ഇതാണ്. ഇതിൻ്റെ അകത്ത് ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഹുക്കിന് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ടായിട്ട് ഈ നൂലിനെ ഇതിൻ്റെ അകത്തൂടെ എടുക്കാം. ഒരുമിച്ച് പുറത്തെടുക്കാം. ഒന്നുകൂടെ കാണിച്ചു തരാം. അതെങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇത്ര വരെ കാണിക്കാം. നമ്മളിത് ലാസ്റ്റ് വരെ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സിംഗിൾ ക്രോഷറ്റ്. ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ പിന്നെ ഇങ്ങനെ കാണിക്കുന്നുണ്ടാവുക. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വലിയ ചെയിൻ ഉണ്ടാക്കിയിട്ടും ഇതിനെ കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് ഡബിൾ ക്രോഷറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഡബിൾ ക്രോഷറ്റ് ചെയ്യാൻ ആദ്യം ഞാനിങ്ങനെ ചെയിൻ ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഇനി നമ്മൾക്ക് ഇനി എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെ ഫസ്റ്റ് ഈ ഹുക്കിനെ നമുക്ക് ഇതിലൊക്കെ ഒന്ന് റാപ്പ് ചെയ്യാം. എന്നിട്ടായിട്ട് ഈ ചെയിനിൽ 2 ചെയിൻസ് വിടാം. ഈ 2 ചെയിൻ വിട്ടിട്ട് തേർഡ് ചെയിനിലേക്ക് നമ്മൾ ഹുക്കിനെ അകത്തോടെ ഇട്ടിട്ട് ഈ നൂലിനെ ഇതിൻ്റെ അകത്തോടെ എടുക്കാം. ഇപ്പം നമുക്കിവിടെ 3 ഇത് കിട്ടുന്നുണ്ട്. ഒന്നുകൂടെ നമുക്ക് ഇതിനൊന്ന് റാപ്പ് ചെയ്യാം. എന്നിട്ടായിട്ട് ഈ 2നെ നമുക്ക് ഈ ഹുക്കിനോട് യൂസ് ചെയ്തിട്ട് പുറത്തെടുക്കാം. സോ നമ്മൾ 2 പുറത്തെടുത്ത് കഴിഞ്ഞു.
അങ്ങനെ ഒന്നുകൂടി ഇതിനെ റാപ്പ് ചെയ്തിട്ട് ഇതിനെ പുറത്തെടുക്കാം. സോ നമ്മൾ ഫസ്റ്റ് ഡബിൾ ക്രോഷറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതിനെ ഒന്ന് റാപ്പ് ചെയ്യാം. എന്നിട്ടായിട്ട് നമ്മുടെ നെക്സ്റ്റ് ചെയിനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടായിട്ട് ഇതിനൊന്ന് പുറത്തെടുക്കാം. എന്നിട്ടായിട്ട് ആദ്യം ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഇതിനെ ഈ രണ്ട് ചെയിനിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കാം. ഒന്നുകൂടെ റാപ്പ് ചെയ്തിട്ട് ഈ രണ്ടിനെ ഒന്നുകൂടെ പുറത്തെടുക്കാം. സോ രണ്ട് ഡബിൾ ക്രോഷറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ഈ ചെയിനിലേക്കാണ് ഇടേണ്ടത്. ആദ്യം നമ്മളുടെ ഹുക്കിന് ഒന്ന് റാപ്പ് ചെയ്യാം. എന്നിട്ടായിട്ട് ഇതിനെ ഇതിനകത്തോടെ ഇട്ടിട്ട് ഇതിനൊന്ന് വലിച്ചെടുക്കാം. എന്നിട്ടായിട്ട് ഈ രണ്ടെണ്ണത്തിനും പുറത്തെടുക്കാം. ഒന്നുകൂടെ ചെയ്യാം. സോ ഇങ്ങനെയാണ് ഈ സ്റ്റിച്ച് വരുന്നത്. ഡബിൾ ക്രോഷറ്റ് ഇങ്ങനെയാണ് വരുന്നത്. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. സോ ഗൈസ്, നമ്മുടെ സ്റ്റിച്ച് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഡബിൾ ക്രോഷറ്റ്. ഇങ്ങനെയാണ് ഉണ്ടാവുക. സോ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന 4 സ്റ്റിച്ചും ക്രോച്ചറ്റിക്കിൻ്റെ ബേസിക് സ്റ്റിച്ചസ് ആണ്. ഇതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ക്രോച്ചറ്റിക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇതിനെ നന്നായി പഠിച്ചെടുക്കണം. അതുപോലെ തന്നെ ഇത് നിങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്താൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. തുടർന്നുള്ള വീഡിയോസിന് വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.